നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ വിലകളാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് 29/4/2026 ബുധനാഴ്ചത്തെ റബ്ബർ വിലകൾ. റബ്ബർ വിലകൾ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് കൃത്യമായ വില കൃത്യസമയത്ത് തന്നെ ഈ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ റബ്ബർ വില ഇന്നും കുതിച്ച് കയറിയിരിക്കുകയാണ്. അപ്പോൾ റബ്ബർ വില റെക്കോർഡ് തകർക്കുമെന്നാണ് വിപണിയിൽ നിന്നുള്ള റിപ്പോർട്ട്. കാരണം കേരളത്തിൽ മാത്രമല്ല, വിദേശത്തും റബ്ബറിന് ക്ഷാമം നേരിട്ടിരിക്കുകയാണ്. അപ്പോൾ വിദേശത്തും റബ്ബർ വില കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. കർണാടകയിലും വില കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കർഷകരിൽ നിന്നുള്ള പൊതുവായിട്ടുള്ളൊരു അഭിപ്രായം ഒരു റബ്ബറിന് 300 രൂപ വരണമെന്നാണ്. അപ്പോൾ 200 രൂപ കടന്ന സമയത്ത് എല്ലാവരും അഭിപ്രായം പറഞ്ഞത് 250 രൂപ വരണമെന്നാണ്. 150 രൂപ കടന്ന സമയത്ത് 200 രൂപയെങ്കിലും വരണമെന്നാണ് പറഞ്ഞത്. ഇനി 300 രൂപ വരുവാണെങ്കിൽ ഒരു 400 രൂപയെങ്കിലും വന്നാൽ നല്ലതാണെന്ന് കർഷകർ പറയും. അപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ വലുതാണ്. കൊല്ലം ജില്ലയിൽ എല്ലാവർക്കും മഴ കിട്ടി. നിലമ്പൂർ ഭാഗത്തൊക്കെ മഴ കിട്ടിയോ? അപ്പോൾ ഏതൊക്കെ ഭാഗത്താണ് ഇനി കേരളത്തിൽ മഴ കിട്ടാനുള്ളത്? ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ കമൻറ്റിൻ്റെ അടിയിൽ പേരും സ്ഥലപ്പേരും കൂടെ കൊടുത്താൽ നല്ലതായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഏത് സ്ഥലമാണെന്നും ആരാണെന്നും തിരിച്ചറിയാനായിട്ട് പറ്റും മറ്റുള്ളവർക്കും. ലൈക്ക് ചെയ്യുന്നവർ ലൈക്ക് ചെയ്തതിന് ശേഷം ആരാന്നുള്ളത് കമൻറ്റും കൂടെ ചെയ്യുവാണെങ്കിൽ അത് കൃത്യമായിട്ട് കൂടുതൽ വ്യക്തത വരുന്നതാണ്. ഇന്നത്തെ റബ്ബർ വില നോക്കാം. റബ്ബർ ബോർഡ് വില കോട്ടയം RSS4 1 കിലോയ്ക്ക് 245 രൂപ. RSS5 1 കിലോയ്ക്ക് 241 രൂപ. ISNA 20ക്ക് 1 കിലോയ്ക്ക് 206 രൂപ. ലാറ്റക്സ് 60%-ന് 159 രൂപ 55 പൈസ. ഇതാണ് കോട്ടയത്തെ വിലകൾ. ഇനി നമുക്ക് കൊച്ചിയിലെ വിലകൾ നോക്കാം. RSS4 1 കിലോയ്ക്ക് 245 രൂപ. RSS5 1 കിലോയ്ക്ക് 241 രൂപ. ഇതാണ് കൊച്ചിയിലെ വിലകൾ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഇനം ഷീറ്റിൻ്റെ വില നോക്കാം. ലൂസ് 1 കിലോയ്ക്ക് 236 രൂപ. ലോട്ട് 1 കിലോയ്ക്ക് 202 രൂപ മുതൽ 207 രൂപ വരെ. ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം. 80% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 154 രൂപ. 60% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 115 രൂപ 50 പൈസ. ഇനി നമുക്ക് കർണാടകയിലെ വില നോക്കാം. RSS3ക്ക് 1 കിലോയ്ക്ക് 239 രൂപ 50 പൈസ. RSS4 1 കിലോയ്ക്ക് 239 രൂപ. RSS5 1 കിലോയ്ക്ക് 233 രൂപ. ലോട്ടിന് 1 കിലോയ്ക്ക് 208 രൂപ. ഒട്ടുപാൽ 148 രൂപ വരെ. ഇനി നമുക്ക് വിദേശ വില നോക്കാം. ബാങ്കോക്ക് RSS1 1 കിലോയ്ക്ക് 269 രൂപ 18 പൈസ. RSS2 1 കിലോയ്ക്ക് 267 രൂപ 43 പൈസ. RSS3ക്ക് 1 കിലോയ്ക്ക് 265 രൂപ 83 പൈസ. RSS4 1 കിലോയ്ക്ക് 264 രൂപ 96 പൈസ. RSS5 1 കിലോയ്ക്ക് 264 രൂപ 52 പൈസ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം. ഫീൽഡ് ലാറ്റക്സ് 217 രൂപ. ഫാക്ടറി വില 227 രൂപ. 25% DRC ഉള്ള 200 ലിറ്റർ ഉള്ള ബാരലിന് 10,850 രൂപ. 30% DRC ഉള്ള 200 ലിറ്റർ ഉള്ള ബാരലിന് 13,020 രൂപ. 35% DRC ഉള്ള 200 ലിറ്റർ ഉള്ള ബാരലിന് 15,190 രൂപ. 40% DRC ഉള്ള 200 ലിറ്റർ ഉള്ള ബാരലിന് 17,360 രൂപ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം. വ്യാപാരി വില കോട്ടയം RSS4 1 കിലോയ്ക്ക് 237 രൂപ. RSS5 1 കിലോയ്ക്ക് 233 രൂപ. ISS 1 കിലോയ്ക്ക് 200 രൂപ മുതൽ 200 രൂപ 50 പൈസ വരെയും. ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് 70% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 134 രൂപ മുതൽ 145 രൂപ വരെയും. ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കി കഴിഞ്ഞാൽ RSS4 5 1 കിലോയ്ക്ക് 2 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ലൂസിൻ്റെ വിലയിൽ 1 കിലോയ്ക്ക് 1 രൂപ വർദ്ധിച്ചു. ഇനി റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കി കഴിഞ്ഞാൽ RSS4 5 1 കിലോയ്ക്ക് 2 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ലാറ്റക്സിൻ്റെ വ്യാപാരി വിലയിൽ 1 കിലോയ്ക്ക് 1 രൂപ വർദ്ധിച്ചു. ഇനി കർണാടകയിലെ വില നോക്കി കഴിഞ്ഞാൽ RSS3ക്ക് 4 5 1 കിലോയ്ക്ക് 2 രൂപ വർദ്ധിച്ചു. ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 1 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇപ്പോൾ മഴ കൂടുതൽ ലഭിച്ച സ്ഥലങ്ങളിലൊക്കെ കർഷകർ ടാപ്പിങ്ങിനായിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. കാരണം ഇപ്പോൾ റബ്ബറിന് നല്ല വിലയുണ്ട്. അപ്പോൾ ടാപ്പിംഗ് ഉടൻ തന്നെ ആരംഭിക്കണമെന്നാണ് കർഷകർ പറയുന്നത്. ടാപ്പിംഗ് മേഖലയിൽ കൂലി കുറവായതുകൊണ്ട് പലരും ടാപ്പിംഗ് രംഗം വിട്ട് മറ്റ് പല ജോലികൾക്കാണ് പോകുന്നത്. അപ്പോൾ 1,500 രൂപ വരെയും ദിവസവേതനം അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു റബ്ബർ ടാപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം 400 റബ്ബർ മരമാണ് ഒരാൾക്ക് ടാപ്പിംഗ് ചെയ്യാൻ പറ്റുന്നത്, വെട്ടിപ്പാലെടുത്ത് ഷീറ്റടിച്ച് ഇടുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ പണി ചെയ്യുമ്പോൾ 800 രൂപ മുതൽ 1,200 രൂപ വരെയാണ് കിട്ടുന്നത് പല സ്ഥലങ്ങളിലും. ഇപ്പോൾ എൻ്റെ നാട്ടിലെ പല ടാപ്പിംഗുകാരും ഇപ്പോൾ മേശിരിമാരാണ്. കൽപ്പണിക്കാണ് അവർ പോകുന്നത്. അപ്പോൾ അവർ പറയുന്നത് കൽപ്പണിക്ക് പോകുന്നത് സുഖം പണിയാണ്. മറ്റേത് നമ്മൾ ജീവൻ പണയം വെച്ചാണ് നമ്മൾ രാത്രി കാലങ്ങളിൽ ടാപ്പിംഗ് ചെയ്യുന്നത്. വന്യമൃഗത്തെ പേടിക്കണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 8:30 ജോലിക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ 4:30 5 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ജോലിയിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യാം. അതിനിടയ്ക്ക് നമുക്ക് നല്ല റെസ്റ്റ് കിട്ടുന്നുണ്ട്. റബ്ബർ മരം നമ്മൾ ടാപ്പിംഗ് ചെയ്യുമ്പോൾ ജോലി തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നിടം വരെ ഒരു റെസ്റ്റുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി വരും കാലങ്ങളിൽ ഇനി ഈ ടാപ്പിംഗുകാർ ഇതിൽ ഉറച്ചു നിൽക്കുമോ, മറ്റു ജോലികൾക്ക് പോകുമോ? അപ്പോൾ നമ്മുടെ ഈ റബ്ബർ മേഖല എങ്ങനെയായിത്തീരും? അപ്പോൾ കർഷകർ ആശങ്കയിലാണ്.
ഞാൻ വേറൊരു ചാനലിൽ ഒരു വീഡിയോ കാണാനിടയായി. അതിൻ്റെ ഹെഡിങ് ഇങ്ങനെ ആയിരുന്നു: റബ്ബർ കർഷകർക്ക് വമ്പൻ ലോട്ടറി, വില കുതിച്ചു കയറുന്നു. അതെങ്ങനെ ലോട്ടറി ആകുന്നു? നമുക്ക് വെറുതെ കിട്ടുന്ന ക്യാഷാണ് ലോട്ടറി ആയിട്ട് വരുന്നത്. നമ്മളൊരു ഭാഗ്യക്കുറി എടുക്കുന്നു, നമുക്ക് വെറുതെ ക്യാഷ് കിട്ടുന്നു. അതാണ് ലോട്ടറി എന്ന് പറയുന്നത്. ഇത് നമുക്ക് വെറുതെ കിട്ടുന്ന ക്യാഷ് അല്ല, അത് നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ ഫലമാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ കുരുമുളകിൻ്റെ വില നോക്കാം. കുരുമുളകിൻ്റെ വില നോക്കി കഴിഞ്ഞാൽ കുരുമുളകിൻ്റെ വില ഓരോ ദിവസം കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിശദമായിട്ട് നോക്കാം. കുരുമുളക് ഗാർബിൾഡ് 1 കിലോയ്ക്ക് 727 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 1 കിലോയ്ക്ക് 707 രൂപ, കുരുമുളക് പുതിയത് 1 കിലോയ്ക്ക് 697 രൂപ. ഇതാണ് ഇന്നത്തെ വിലകൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം.